അഡ്വക്കേറ്റ് എ ജയശങ്കർ, ഈ കേസിന്റെ അഭിഭാഷക ടി ബി മിനി ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഈ കേസിനെ സംബന്ധിച്ചുണ്ടായിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സംസാരിക്കുന്നതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നതെല്ലാം നിയമവ്യവസ്ഥിതിക്കും കോടതിക്കും എതിരാണ് എന്ന വാദങ്ങളാണ് തുടരെ ഉണ്ടായതെന്ന്. ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്ത ശക്തിയാണെന്നാണല്ലോ സാധാരണ മനുഷ്യരെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് ഓരോ ചോദ്യം ഉന്നയിക്കുമ്പോഴും ഈ മെമ്മറി കാർഡ് ദുരുപയോഗം ചെയ്യപ്പെട്ടവന് ആശങ്ക പങ്കുവെക്കുമ്പോഴും എല്ലാം കോടതിക്കെതിരെ എന്നാണ് കേൾക്കേണ്ടി വന്നത്. അന്ന് കൂടെ നിൽക്കാത്തവർക്ക് ഇന്ന് കൂടെ നിൽക്കേണ്ടുന്ന സാഹചര്യം വന്നത് വലിയ പോരാട്ടത്തിലൂടെയാണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് അഡ്വക്കേറ്റ്. അല്ല, അത് തീർച്ചയായിട്ടും ശരിയാണ്. ഈ കേസിനെ സംബന്ധിച്ചോളം ആദ്യം മുതൽക്കുണ്ടായിരുന്നൊരു വലിയ ഹാൻഡിക്യാപ്പ് എന്താ വെച്ചാൽ, ഒന്നാമത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഈ രീതിയിൽ ചർച്ച ചെയ്യുന്നതിന് ശരിയല്ല. കോടതിയിൽ ദൈനംദിന അടിസ്ഥാനത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ചും ഈ ബലാത്സംഗ, മാനഭംഗ, പീഡന കേസുകളൊക്കെ കുറിച്ച് അതിൻ്റെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായിട്ടുള്ള വ്യവസ്ഥ നമ്മുടെ നിയമത്തിലുണ്ട്. പിന്നെ വിവാഹമോചന കേസുകളുടെ വാർത്തകൾ ഡേ ടു ഡേ ബേസിൽ കൊടുക്കാൻ പാടില്ല എന്നുണ്ട്. അതിനൊക്കെ പ്രത്യേകിച്ച് കാരണങ്ങളുണ്ട്. അത് ഇരകളുടെ താല്പര്യം സംരക്ഷിക്കാനാണ് ഇങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. പക്ഷേ ഈ കേസിനൊരു പ്രത്യേകത വെച്ചാൽ, ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയും പത്രത്തിൽ പ്രസിദ്ധീകരിക്കാൻ പാടില്ല, ടി വി ചാനലുകൾ ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞൊരു ഓർഡർ പ്രതികളുടെ താല്പര്യപ്രകാരം കൊടുത്തു എന്നുള്ളത്. പ്രതികളൊരു അപേക്ഷ കൊടുത്തു, ഈ കേസുമായി ബന്ധപ്പെട്ട വാർത്തകൾ ടെലിവിഷൻ ചാനലിൽ ചർച്ച ചെയ്യാൻ പാടില്ല, ഇത് പത്രത്തിൽ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു ഉത്തരവ് പാസാക്കും. അത് തന്നെ ഒരു തരംതിരിഞ്ഞ ഉത്തരവാണ്. ആ ഉത്തരവ് വന്നത് മാത്രമല്ല, നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, ഇതിൽ പല ചാനലുകാരും അനുഭവിച്ചതാണ്. പിന്നീട് പ്രതികളുടെ താല്പര്യപ്രകാരം പ്രധാനപ്പെട്ട ടി വി ചാനലുകൾക്കെതിരായിട്ട്, പ്രധാനപ്പെട്ട പത്രങ്ങൾക്കെതിരായിട്ട് കേസെടുക്കുന്നു, കോടതി ലക്ഷ്യത്തിന് കേസെടുക്കുന്നു, കോടതി ഉത്തരവ് ലംഘിച്ചു, തെറ്റായ വാർത്തകൾ പ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞ് കേസെടുക്കുന്നു. അത് ഒരു ചരിത്രപരമായ ഒരു സംഭവമാണ്. സത്യത്തിൽ ഇത് ഈ ഇരയ്ക്ക്, അല്ലെങ്കിൽ നമ്മൾ അതിജീവിത എന്ന് വിളിക്കുന്ന വ്യക്തിക്ക് ഒരു പരിചയമായിട്ട് കൊടുത്ത അവകാശമാണ് ഈ വാർത്തകൾ പ്രസിദ്ധീകരിക്കരുന്നത്. അത് പ്രതികൾ ഒരു വാളായിട്ട് ഉപയോഗിക്കുന്നു. ആർക്കെതിരായിട്ട്? മാധ്യമങ്ങൾക്കെതിരായിട്ട്. ഇതും ഒരു കാര്യം. പിന്നെ ഇതിലെ ന്യായാധിപതിക്കെതിരായിട്ടുണ്ടായ ആക്ഷേപങ്ങൾ, അതിനൊക്കെ നമ്മൾ ഇപ്പം ചർച്ച ചെയ്യുന്നതിൽ കാര്യമില്ല. അതുപോലെ പ്രോസിക്യൂട്ടർമാർ നിരന്തരമായിട്ട് രാജിവെച്ച് പോകുന്നു. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഈ കേരളത്തിൽ എത്ര കേസുകളുണ്ടായിട്ടുണ്ട്, എത്ര ഇതിൽ പ്രോസിക്യൂട്ടർ രാജിവെച്ച് പോയി? അപൂർവത്തിൽ അത്യപൂർവമായിട്ട് സംഭവിച്ചിട്ടുള്ളൂ. ഇനി ഒരു പ്രോസിക്യൂട്ടർ രാജിവെച്ച് പോയെങ്കിൽ വേറൊരു പ്രോസിക്യൂട്ടർ വരും, രണ്ടാമത്തെ പ്രോസിക്യൂട്ടർ രാജിവെച്ച് പോകുന്നു, മൂന്നാമത്തെ പ്രോസിക്യൂട്ടർ വരുന്നു, അയാൾ രാജിവെച്ച് പോകുന്നു, നാലാമത്തെ പ്രോസിക്യൂട്ടറാണ് ഇപ്പോൾ കേസ് നടത്തുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഇത് ചെറിയ സംഭവമല്ലല്ലോ. ഇത് IG ഓഫ് പോലീസ് അടക്കം അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച കേസാണ്. നമ്മുടെ ബി സന്ധ്യ IPS എന്ന് പറഞ്ഞാൽ വളരെ സത്യസന്ധയായ ഒരു ഉദ്യോഗസ്ഥയാണ് മേൽനോട്ടം വഹിച്ചത്. അതുപോലെ തന്നെ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥന്മാരാണ് അതിൻ്റെ ഡേ ടു ഡേ ബേസിൽ അന്വേഷണം നടത്തിയത്. ഇങ്ങനെ ഒരു കേസ്, ഇത്രയും കൂളറൊക്കെ സൃഷ്ടിച്ച കേസിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? അത്യസാധാരണമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അതിൻ്റെ പുറത്താണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടാകുന്നത്. ഏത്? കോടതിയിൽ തൊണ്ടിയായിട്ട് ഹാജരാക്കിയ, അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ ഒബ്ജക്റ്റായിട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിച്ച ഒരു പ്രധാനപ്പെട്ട സാധനം, അത് ഫയലായിക്കോട്ടെ, ഇനിയിപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ മെമ്മറി കാർഡായിക്കോട്ടെ, അതിൻ്റെ ഹാഷ് വാല്യൂ എങ്ങനെ മാറ്റം വന്നു? അത് ആ സമയത്ത് ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതെങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെട്ടു? എന്തൊരു അതിക്രമമാണ് ഇവിടെ നടക്കുന്നത്? പ്രതികൾ ചെയ്ത അക്രമം നമുക്ക് മനസ്സിലാക്കാം. അവർക്ക് അതിൻ്റെ താല്പര്യമുണ്ട്, അവർക്ക് അതുകൊണ്ട് ഗുണമുണ്ട്, അല്ലെങ്കിൽ അവരതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ അക്രമം ചെയ്തത്. ഇത് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ നാട്ടിലെ ജനങ്ങൾക്ക് നീതിന്യായ സംവിധാനത്തിലുള്ള വിശ്വാസം, അങ്ങനെ എന്തെങ്കിലും ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അത് പോകില്ലേ? അതാണ് ഇവിടുത്തെ പ്രധാന വിഷയം. ഇവിടെ ദിലീപ് അല്ല പ്രശ്നം. ദിലീപ് ഈ സംഭവത്തിൽ അതിനൊരു സെക്കൻഡറി ഇമ്പോർട്ടൻസ് പോലും അദ്ദേഹത്തിനില്ല. ഇത് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ അത് വെറും ആരോപണമല്ല എന്നിപ്പോൾ റിപ്പോർട്ട് കൊണ്ട് വ്യക്തമായി. ആരാണത് ഉത്തരവാദി എന്ന് കണ്ടുപിടിക്കണ്ടേ? അത് മജിസ്ട്രേറ്റാണോ ചെയ്തത്, അതോ ബെഞ്ച് ക്ലാർക്കാണോ ചെയ്തത്, തൊണ്ടി ക്ലാർക്കാണോ ചെയ്തത്, ശിരസ്ഥത ആരാണോ ചെയ്തത് നമുക്കറിയണ്ടേ? നമുക്ക് മാത്രം അറിഞ്ഞാൽ പോരാ, അതിജീവിതയ്ക്ക് ബോധ്യം വരട്ടെ. എന്തുകൊണ്ട് ഇത് പുറത്തുപോയി? എന്തുകൊണ്ട് ആ സമയത്ത് രാത്രി 10 മണിക്ക് ശേഷം ഇത് പരിശോധിച്ചു? ആർക്കായിരുന്നു ഇത് കാണാൻ ഇത്ര ജിജ്ഞാസ? എന്തായിരുന്നു അതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം? അത് വ്യക്തമാവണ്ടേ? ആ ബന്ധപ്പെട്ട ആളുകളുടെ പേരിൽ നടപടി എടുക്കണ്ടേ? ചീഫ് ജസ്റ്റിസ് എല്ലാ ദിവസവും റൈറ്റ് ടു പ്രൈവസി ഈസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് അദ്ദേഹത്തിൻ്റെ സുപ്രസിദ്ധമായ ജഡ്ജ്മെൻറ്റുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊക്കെ അദ്ദേഹത്തോട് വലിയ ബഹുമാനവും ഉണ്ട്. പക്ഷേ ഇത് ഏറ്റവും കുറച്ച് കോടതിയുടെ കാര്യത്തിലെങ്കിലും ബോധ്യം വരട്ടെ. കോടതി നടപടികൾ ഇപ്പോൾ സമീപകാലത്ത് വന്ന ഒരു വിധി, ഈ ഇരകളുടെ അവകാശം പോലെ പ്രതികളുടെ അവകാശമുണ്ട്. ബലാത്സംഗ കേസിൽ പ്രതിയെ ശിക്ഷിക്കുമ്പോൾ ഒരു പ്രതിയെ ശിക്ഷിച്ചു എന്ന് എഴുതാൻ പാടുള്ളൂ, ആളുടെ പേര് കൊടുക്കാൻ പാടില്ലെന്ന് പറയും. ഈ സമയത്ത് വിധി വന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ലെങ്കിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇന്നടത്ത് ഇന്നയാളെ അറസ്റ്റ് ചെയ്യുമെന്ന് എഴുതാൻ പാടില്ല. അത് ഒരാളെ അറസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ 65 വയസ്സുള്ള ഒരു മനുഷ്യരെ അറസ്റ്റ് ചെയ്തു, എന്താ കൊടുക്കാമെന്ന് പറഞ്ഞ് ഈ അടുത്ത കാലത്ത് വിധി വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പ്രൈവസിയെക്കുറിച്ച് ആലോചിക്കുന്നത് നമ്മുടെ നീതിപീഠം
ഇതുപോലെ കോളറൊക്കെ സൃഷ്ടിച്ച ഒരു കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖയ്ക്ക് അല്ലെങ്കിൽ ഒരു തൊണ്ടിക്ക് ഇങ്ങനെ ഒരു ദുസ്ഥിതി ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് പൊതുസമൂഹം ചർച്ച ചെയ്യണ്ടേ? ഇത് വേറെ ആര് ചർച്ച ചെയ്യും? ഞാൻ പറഞ്ഞു, ഇതിൽ ഉൾപ്പെട്ട ആളുകൾ ഒരു സിനിമാ നടിയാണ്, അല്ലെങ്കിൽ സിനിമാ നടന്മാരാണ്, അവരുടെ വാടക കൊണ്ടുള്ള അതൊക്കെ മാറ്റി നിർത്തുക. ഒരു മനുഷ്യ വ്യക്തി ആണ് ആര് തന്നെ. ആ കാര്യങ്ങൾ പുറത്തു പോകാൻ പാടില്ലല്ലോ. ഇപ്പോൾ കോടതിയിൽ കൊടുക്കുന്ന മൊഴി അച്ചടിച്ച് നാളെ പ്രസിദ്ധീകരിക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. അതെന്തുകൊണ്ടാണ്? നിയമത്തിൽ വിലക്കുള്ളതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേസ് ഇതുപോലെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിവിടെ പ്രിവിലേജഡ് അല്ലാത്ത പെൺകുട്ടികളുണ്ടല്ലോ. 7:45 മണിക്ക് ചർച്ച ചെയ്യുന്നത്. നേരെ മറിച്ച് ഒരു സാധാരണ കുട്ടിയാണെന്ന് വിചാരിക്കാം, എന്തായിരിക്കും അതിന്റെ സ്ഥിതി? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആരെങ്കിലും ചർച്ച ചെയ്യുമോ? മാതൃഭൂമി ന്യൂസ് ചർച്ച ചെയ്യുമോ? മനോരമ ചർച്ച ചെയ്യുമോ? ഏഷ്യ ആരും ചർച്ച ചെയ്യില്ല. ഇത് സിനിമാ നടി ആയതുകൊണ്ടാണ് ഇതിന് ഇത്ര പ്രാധാന്യം കൈവന്നത്. സാധാരണക്കാരന്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. അറിയപ്പെടാതെ പോകുന്ന നീതി നിഷേധങ്ങളുടെ കഥ എത്രയാണ് എന്നുള്ളതാണ് അമ്പരപ്പിക്കുന്നത്.